ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ചീരത്തോരനാണ്. അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 പിടി ചീര എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി എടുത്തേക്കാണ്. ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ചീരകളെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് നമുക്ക് അരിഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ മുഴുവൻ ചീരയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്കൊരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 3-4 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1.5 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഈ തേങ്ങ കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇതുപോലെ പാത്രത്തിൻ്റെ സെൻറ്ററിലേക്ക് ഇതുപോലെ തത്തിപ്പത്തി ഒന്ന് വെക്കാം. നമുക്കിനി ഇത് അടച്ച് വെച്ച് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, തീ വളരെ കുറച്ച് വെച്ച് വേണം വേവിക്കാനായിട്ട്. കാരണം നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ചീര വെന്ത് കിട്ടും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ ചീര വെന്ത് കിട്ടുന്നതാണ്. നമ്മളിത് വേകാൻ വെച്ചിട്ട് ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ചീരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചീരത്തോരൻ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ വളരെ പെട്ടെന്ന് റെഡിയായി. ഒരു 5 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പം ഇത് ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്